എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 31 എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മോനേട്ടാ. നമസ്തേ ഇന്ദു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ KU മോഹൻ. നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന സെഗ്മെന്റുകളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥനയും. അപ്പോൾ നമുക്ക് ഒരു സെൻറ്ററിങ് ചെയ്തതിനു ശേഷം ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോനേട്ടാ. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ആഴ്ചയിലെ ചോദ്യം 9ാമത്തെ നമ്മുടെ പ്രമാണങ്ങളെ കുറിച്ചാണ്. 9ാമത്തെ പ്രമാണത്തെ കുറിച്ചാണ്. അതായത് അത് ബാബുജി ഇങ്ങനെയാണല്ലോ പറയുന്നത്, നിങ്ങളുടെ മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുക. ഈ ഒരു നിർദ്ദേശം കൊണ്ട് ഈ നിർദ്ദേശത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാമോ? ഒപ്പം ബാബുജി ഈ നിർദ്ദേശത്തിലൂടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ? മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുക. 9ാമത്തെ നിർദ്ദേശമാണ്. ഇത് നമ്മൾ ഈ ഹൃദയപൂർവമായ ജീവിത രീതിക്ക് ബാബുജി മഹാരാജ് 10 നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളതിലെ 9ാമത്തെ നിർദ്ദേശമാണ്. ഇത് ഈ 10 നിർദ്ദേശങ്ങളെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് 5 ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതായത് 1, 2, 3 നിർദ്ദേശങ്ങൾ അത് പ്രാക്ടീസിനെ കുറിച്ചാണ്. ആത്മീയ സാധന എങ്ങനെ, ഏത് രീതിയിൽ, ഏത് മനോഭാവത്തിൽ ചെയ്യണം. അപ്പോൾ 1, 2, 3 പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക, ഉറവിടവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. അടുത്ത 4, 5 ആണ് അടുത്ത ഘടകം. 4, 5 എന്ന് പറയുന്നത് ഈ നമ്മുടെ ഹൃദയവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ഉറവിടവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളുടെയും ഉറവിടം നമ്മുടെ ഹൃദയമാണ്. അപ്പൊ ആ മൂല്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങും, അല്ലെങ്കിൽ ആ മൂല്യങ്ങളുമായിട്ട് നമ്മുടെ ബോധം ബന്ധപ്പെടും. എന്തൊക്കെയാണ് മൂല്യങ്ങള്? ലാളിത്യം, പരിശുദ്ധി, സത്യസന്ധത. ഇതാണ് 4, 5 നിർദ്ദേശങ്ങൾ പറയുന്നത്.
മൂല്യങ്ങൾ. ഇതാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. അപ്പൊ 5 നിർദ്ദേശങ്ങളായി. ഇനി 6ഉം 7ഉം 8ഉം നിർദ്ദേശങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അത് ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായി ഇടപെടണം, നമ്മളുടെ പെരുമാറ്റ രീതി എങ്ങനെയായിരിക്കണം. ബാബുജി മഹാരാജ് അതിനെ വ്യവഹാരം എന്ന് പറയും. എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും, നമ്മളോടും മറ്റുള്ളവരോടും നമ്മളുടെ ഡീലിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഡീലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സാഹോദര്യം, പ്രതികാര ബുദ്ധി ഇല്ലാത്ത അവസ്ഥ, സാത്വിക ബോധത്തോടുകൂടി ആർജിക്കുക, അത് ആഹരിക്കുക. ഇതാണ് 6ഉം 7ഉം 8ഉം നിർദ്ദേശം. മൂന്നാമത്തെ ഘടകം അതാണ്. ഈ 9ാമത്തെ നിർദ്ദേശത്തിലേക്ക് വന്നാലോ, നമ്മൾ പറഞ്ഞു അതാണ് ചോദ്യം. അതില് ഈ ആദ്യത്തെ 8 നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ നമ്മളൊരു മാതൃകയായിട്ട് മാറും. അപ്പോ ബോധപൂർവമായിട്ടുള്ള ഒരു നേതൃത്വം, ഒരു കോൺഷ്യസ് ലീഡർഷിപ്പാണ് ഈ 9ാമത്തെ നിർദ്ദേശം തരുന്നത്. അപ്പോ നമ്മളെ മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാറ്. നമ്മൾ ആരെ ഫോളോ ചെയ്യാം? മാസ്റ്ററെയാണ്. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയുന്നത്, ഞാൻ അടിമകളെ സൃഷ്ടിക്കുന്നില്ല, മാസ്റ്റേഴ്സിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ഈ നിർദ്ദേശത്തിന്റെ ആകത്തുകയാണ്. അതാണ് 9ാമത്തെ നിർദ്ദേശം. 10ാമത്തെ നിർദ്ദേശത്തിലേക്ക് വന്നത് എന്താണ്? നമ്മൾ ആത്മപരിശോധന ചെയ്യുക, അതിനുശേഷം പ്രാർത്ഥന. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ 10 നിർദ്ദേശങ്ങള് 5 ഘടകങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഹൃദയവുമായി കണക്ട് ചെയ്യുക, ഉറവിടവുമായി ബന്ധപ്പെടുക, അതിൽ നിന്ന് മൂല്യങ്ങൾ ഉൾക്കൊള്ളുക, ആ മൂല്യങ്ങൾ അനുസരിച്ച് നമ്മുടെ വ്യവഹാരം, ആ വ്യവഹാരത്തിനനുസരിച്ച് നമ്മൾ ബോധപൂർവ്വം ഒരു മാതൃകയാവുക, നിരന്തരം ആത്മപരിശോധനയിലൂടെ നമ്മുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഈ 10 നിർദ്ദേശങ്ങൾ കൊണ്ട് ബാബുജി മഹാരാജ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ന് ഇന്ദുവിന്റെ ചോദ്യം 9ാമത്തെ നിർദ്ദേശത്തെ കുറിച്ചാണ്. ഈ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 8 നിർദ്ദേശങ്ങളുടെ സമഗ്രമായ രൂപമാണ്. ഈ 8 നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്ന സമയത്ത് ബോധപൂർവം നമ്മളൊരു മാതൃകയായി മാറും. മറ്റുള്ളവർക്ക് നമ്മളെ അനുഗമിക്കാവുന്ന അവസ്ഥ. ദാജി അതിനെ നമ്മുടെ ബെറ്റർ വെർഷൻ എന്നാണ് അദ്ദേഹം പറയാം. അത് അദ്ദേഹം അങ്ങനെ പറയുമെങ്കിലും സൃഷ്ടിയുടെ യഥാർത്ഥ ഉദ്ദേശമാണ്. നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്യേണ്ട എന്തിനാണ് സൃഷ്ടി എന്നുള്ള ചോദ്യത്തിന് ഉപനിഷത്തുകൾ പറയുന്ന ഏതോ വാനസ്യ മഹിമ, അതായത് ഓരോ സൃഷ്ടിയും അതിൻ്റെ മഹിമ ആനന്ദത്തോടെ പ്രകടമാക്കാൻ വേണ്ടിയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ മഹിമ പ്രകടമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ബെറ്റർ വെർഷൻ എന്ന് ദാജി പറയും. അപ്പോൾ ഈ 9ാമത്തെ വെർഷൻ ഒരു കോൺഷ്യസ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഒരു നേതൃത്വം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് പല ഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മളുടെ ആശയവിനിമയം, അതുപോലെ നമ്മുടെ പ്രവൃത്തി, ഇതെല്ലാം നമ്മൾ ബോധപൂർവം പരിഷ്കരിക്കേണ്ടിയിരിക്കും. ഇതിനാണ് ബാബുജി മഹാരാജ് വ്യവഹാരം എന്ന് പറയുന്നത്, ഡീലിങ്സ്. അദ്ദേഹം അതിനെ ഡിവൈൻ ഡീലിങ്സ് എന്ന് പറഞ്ഞു. അപ്പോ ഇതെവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം? നമുക്കറിയാം ഈ പ്രകടമായിട്ടുള്ള ഈ ലോകം അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള ഈ ലോകത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ തിരശീല എന്ന് പറയുന്നത് ബോധമാണ്. അപ്പൊ ബോധത്തിന്റെ വികാസത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാവൂ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് നമുക്ക് ലഭ്യമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് ഒരു നേരിയ ഫിലിം, ബോധത്തിന്റെ ഒരു ചെറിയ ഫിലിം മാത്രമേ ഉള്ളൂ. അതിൻ്റെ
മുകൾ ഭാഗത്ത് അതിബോധം, അതൊരു മഹാസമുദ്രം പോലെ. താഴെ ഉപബോധം, അത് മറ്റൊരു മഹാസമുദ്രം. അപ്പൊ 2 മഹാസമുദ്രങ്ങളുടെ ഇടയിൽ സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ചെറിയൊരു ബോധം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സംപ്രേഷണത്തിലൂടെയുള്ള ധ്യാനത്തിൽ നമ്മുടെ ബോധം അതിബോധത്തിലേക്ക് വികസിക്കും. ശുദ്ധീകരണത്തിലൂടെ അത് ഉപബോധത്തിലേക്ക് വികസിക്കും. അപ്പൊ നമുക്കൊരു ബ്രോഡ്ബാൻഡ് കോൺഷ്യസ്നസ് കിട്ടും, ബോധത്തിന്റെ വികാസം. പിന്നെ പ്രാർത്ഥനയിലൂടെയോ നമ്മുടെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ഹൃദയത്തുമായിട്ടുള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇവിടെ ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. കാരണം എന്താണ്? ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുൻകാല അനുഭവങ്ങളുടെ ആകത്തുകയാണ്. നമ്മുടെ അനുഭവ സമ്പത്താണത്. അവിടെ ഓർമ്മകളുണ്ട്, പക്ഷെ 2 തരത്തിലുണ്ട്. ഒന്ന് കോഗ്നിറ്റീവ് മെമ്മറി, ഇമോഷണൽ മെമ്മറി. നമ്മുടെ അസറ്റായിട്ടുള്ള ഓർമ്മ, നമ്മുടെ സമ്പത്ത്. വൈകാരികമായിട്ടുള്ള ഓർമ്മയുണ്ട്. ഈ വൈകാരികതയാണ് വാസ്തവത്തിൽ മുദ്രകള്, സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വൈകാരികമായ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിൽ ശീലവിധേയത്വങ്ങൾ വന്നിട്ടുണ്ട്. ഈ വൈകാരികത നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ശീലവിധേയത്വത്തിന് നമ്മൾ അടിമയായി പോകും. അതാണ് ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഹാർട്ട്ഫുൾനെസ് പരിശീലനത്തിലൂടെ നമ്മൾ ബോധത്തിന്റെ ഘടകങ്ങളായിട്ടുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിനെ 3നെയും പരിവർത്തനപ്പെടുത്തും. മനസ്സിനെ ധ്യാനത്തിലൂടെ ഫീലിംഗ് ആക്കി മാറ്റും. ബുദ്ധിയെ വിവേകമാക്കി പരിവർത്തനപ്പെടുത്തും ശുദ്ധീകരണത്തിലൂടെ. പ്രാർത്ഥനയിലൂടെ നമ്മുടെ അഹം എന്നുള്ള ബോധത്തിനെ വിനയവും സ്നേഹവും ആക്കി മാറ്റും. അങ്ങനെയുള്ള പരിണാമത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിൽ ലാളിത്യം, പരിശുദ്ധി, സത്യസന്ധത, സാഹോദര്യം, പ്രതികാര ബുദ്ധി ഇല്ലാത്ത അവസ്ഥ, സാത്വികബോധം. അപ്പോഴാണ് നമ്മൾ സൃഷ്ടിയുടെ ഉദ്ദേശമായിട്ടുള്ള അതിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ, മഹിമ പ്രകടമാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ധാർമ്മികരാവുന്ന ആ അവസ്ഥയിലാണ്. എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ, ഇതിനെ എല്ലാത്തിനെയും സമഞ്ജസമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം വ്യക്തിയുടെ ചിന്തകളും പ്രവൃത്തികളും. അതാണ് എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് ഭദ്രമാക്കുക. അത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ഈ ധാർമ്മികത അവിടെ നേടിയെടുക്കുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഒരു അമ്മ, ചെറിയ കുട്ടിയുള്ള അമ്മമാർക്കറിയാം, രാത്രിയിൽ എഴുന്നേറ്റ് കുട്ടിയുടെ ആവശ്യങ്ങൾ സ്വാഭാവികമായി നിറവേറ്റുന്ന പോലെ സ്നേഹം, ഉത്തരവാദിത്വം, കടമയൊക്കെ സ്വാഭാവികമായിട്ട് വ്യക്തിയിൽ വരും. അപ്പോ എന്താന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ ഭക്തി, അതുപോലെ തന്നെ ദിവ്യത്വം, സ്നേഹം, ഇതൊന്നും നമുക്ക് പരിശീലിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണർത്തിയെടുക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഈ നിർദ്ദേശം, 9ാമത്തെ നിർദ്ദേശം നമുക്ക് വിരൽ ചൂണ്ടുന്നത്. ഇനി ഈ നിർദ്ദേശത്തിനെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഇത് വെളിച്ചം വീശുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മൾ പറയില്ലേ. ഉദാഹരണത്തിന്, സൂര്യൻ ഉദിക്കുന്നു, ചൂടും വെളിച്ചവും സൃഷ്ടിക്കുക എല്ലാത്തിനും ലഭിക്കും. അന്തരീക്ഷത്തിലെ വായു എല്ലാവർക്കും ശ്വസിക്കാനുള്ളതാണ്. ഒരു മരം വളർന്നു വരുമ്പോൾ അതിൻ്റെ അടിയിൽ പുണ്യവാനായാലും പാപിയായാലും തണൽ ഒരുപോലെ കിട്ടും. ദാജി പറയും, ഒരു റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം എല്ലാവർക്കും ആസ്വദിക്കാം. അപ്പോൾ ഒരു സിംഗുലാരിറ്റി, ഒരു ഏക സാമ്യത,
ബാബുജി മഹാരാജ് പറയാ യൂണിഫോമിറ്റി ഇൻ ഡിവൈൻ ഡീലിങ്സ്. ദിവ്യത്വത്തിന്റെ വ്യവഹാരത്തില് ഒരു ഏക സാമ്യത നമുക്ക് കാണാൻ കഴിയും. ആന്തരികമായിട്ട് ഈ സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഏകസാമ്യത, ബാഹ്യമായിട്ട് വളരെ വിചിത്രമായ സൃഷ്ടികൾ പ്രകടമായി. അപ്പോ ഒരു ബൈബിൾ സ്റ്റോറി ഉണ്ട്. അതായത് ഒരു കൃഷിക്കാരൻ, കൃഷി ഉടമയാണ്, സ്ഥലത്തിന്റെ ഉടമയാണ്. അപ്പൊ അദ്ദേഹം കൃഷി സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ രാവിലെ ആയപ്പോ കുറച്ച് പേര് വരും തൊഴിലന്വേഷിച്ചുകൊണ്ട്. പറയും, ഞങ്ങൾക്ക് തൊഴിലുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും. ഓ, ചെയ്തോളൂ എന്ന് പറയും. 10 മണിക്ക് എത്തി. 4 പേര് വന്നു. 10 മണി മുതൽ 5 മണി വരെയാണ് പണിയെടുക്കേണ്ടതെന്ന് പറഞ്ഞു. കൂലി എത്രയാണെന്ന് ഫിക്സ് ചെയ്തു. അവർ പണി തുടങ്ങി. ഒരു 11 മണിയായപ്പോൾ വേറെ 2 പേര് വന്നു. അവരും ജോലി അന്വേഷിച്ചു വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ജോലിയുണ്ട്. 11 മണി മുതൽ 5 മണി വരെയാണ് ജോലി, ഇത്രയാണ് കൂലി എന്ന്. അവരും പണിയെടുക്കാം. ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വേറെ 4 പേര് വന്നു ജോലി അന്വേഷിച്ചിട്ട്. അവരോട് പറഞ്ഞു, 12 മണി മുതൽ 5 മണി വരെയാണ് നിങ്ങളുടെ ജോലി, ഇത്രയാണ് കൂലി. അവരും പണിയെടുക്കാം. 4 മണിയായപ്പോൾ വേറെ 4 ആൾ വന്നു. ഞങ്ങൾക്കൊന്നും ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ജോലി ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജോലിയുണ്ട്. 4 മണി മുതൽ 5 മണി വരെയാണ് നിങ്ങളുടെ ജോലി, ഇത്രയാണ് കൂലി എന്ന് ഫിക്സ് ചെയ്തു. 5 മണിക്ക് എല്ലാവരുടെയും ജോലി കഴിഞ്ഞപ്പോൾ, എല്ലാവർക്കും കൂലി കിട്ടിയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. എല്ലാവർക്കും 5 രൂപയാണ് കൂലി. അപ്പൊ അവർ പ്രതിഷേധിച്ചു. കാരണം രാവിലെ 10 മണിക്ക് വന്ന് 5 മണിക്ക് പണി അവസാനിപ്പിച്ചവർക്കും 4 മണി തൊട്ട് 5 മണി വരെ പണിയെടുത്തവർക്കും ഒരേ കൂലി 5 രൂപ എന്ന് പറഞ്ഞപ്പോ അവർ പ്രതിഷേധിച്ചു. ഇതെന്താ, ഇതൊരു നീതിബോധമുള്ള ഒരു ആൾക്ക് ചേർന്നതാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാവിലെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, 10 മണി തൊട്ട് 5 മണി വരെയാണ് പണി, ഇത്രയാണ് കൂലി എന്ന്. അപ്പൊ എല്ലാവരോടും എത്ര സമയം പണിയെടുക്കണമെന്നും എത്രയാണ് കൂലി എന്നുള്ളതും ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. 2 പേരും അത് സമ്മതിച്ചിട്ടുള്ളതാണ്. അപ്പോ കൂലി എത്രയാണ് ഫിക്സ് ചെയ്യേണ്ടത്? ഓണറല്ലേ നിശ്ചയിക്കുന്നത്, ഉടമസ്ഥനല്ലേ നിശ്ചയിക്കുന്നത്. നമ്മളൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടില്ലല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിന് പ്രതികരിക്കുന്നത്? എന്താണ് കഥയുടെ ഗുണപാഠം? നമുക്ക് എല്ലാവർക്കും ഒരേ കൂലിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരേ ലക്ഷ്യത്തിന് നേരെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഉറവിടത്തിൽ നിന്ന് നമ്മൾ വന്നു, ഒരേ ഉറവിടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ കുറച്ച് നേരത്തെ വന്നു, ചിലർ കുറച്ച് വൈകിട്ട് വന്നു. അതായത് സംസ്കാരങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് നമ്മുടെ ജീവിതം വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാകുന്നുവെങ്കിലും നമുക്കെല്ലാവരും ഒരേ ലക്ഷ്യമുണ്ട്, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ഒരേ ലക്ഷ്യം. ഇതിനെയാണ് നമ്മൾ ഈ ദിവ്യത്വത്തിന്റെ വ്യവഹാരങ്ങളിലെ ഏകസാമ്യത, യൂണിഫോമിറ്റി ഇൻ ഡിവൈൻ ഡീലിങ്സ് എന്ന് ബാബുജി മഹാരാജ് പറയും. എന്നാൽ ബാഹ്യമായിട്ട് സൃഷ്ടികൾ വളരെ വൈചിത്ര്യങ്ങളാണ്. നമുക്ക് എന്തുമാത്രം വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. എല്ലാം ഈ സിംഗുലാരിറ്റി അല്ലെങ്കിൽ ഏകസാമ്യതയുണ്ട്. ഇത് ഈ നിർദ്ദേശത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റൊന്ന്, നമുക്ക് ഇതിൽ പറയുന്നില്ലേ, മറ്റുള്ളവരിൽ സ്നേഹവും ഭക്തിഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുക. അപ്പൊ ഈ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ട് ഇതില്. അപ്പൊ നമുക്ക് രൂപമാറ്റം വരുത്തണമെങ്കിൽ പരിവർത്തനം അല്ലെങ്കിൽ മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് വികാസവും വളർച്ചയും ഉണ്ടാവുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ ബോധത്തിൽ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ വികാസവും വളർച്ചയും നമുക്ക് വേണം, അത് മാറ്റത്തിലൂടെയാണ്. അപ്പോ ബോധപൂർവം നമ്മൾ ധ്യാനത്തിലൂടെ നമ്മളെ ബോധത്തെ വികസിപ്പിച്ച് പരിണാമത്തിന് പാത്രമാകേണ്ട ആവശ്യകതയുണ്ട്. അപ്പോ എന്താ കാരണം എന്ന് വെച്ചാൽ, മനുഷ്യന്റെ താഴെ പരിണാമം ഓട്ടോമാറ്റിക്കാണ്, സ്വാഭാവികമല്ലേ. മനുഷ്യന്റെ മേലെ ദിവ്യമായ തലത്തിലും പരിണാമം ഓട്ടോമാറ്റിക്കാണ്. മനുഷ്യന്റെ അവസ്ഥയിൽ ഈശ്വരൻ നമുക്ക് 2 കാര്യങ്ങൾ തന്ന് അനുഗ്രഹിച്ചു: ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും. ബുദ്ധിശക്തി എന്തിനാണ്? ശരിയായതെന്ത് തെറ്റായതെന്ത് എന്ന് മനസ്സിലാക്കാൻ.
ഇച്ഛാശക്തി ശരിയായിട്ടുള്ള ചെയ്യാനും തെറ്റായിട്ടുള്ള ചെയ്യാതിരിക്കാൻ. അപ്പോൾ ഈ ചോയ്സ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ബോധപൂർവം നമുക്ക് പരിണമിക്കാം. അതുപോലെ എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമായിട്ട് മാറും. കാരണം മനുഷ്യന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ഉപകരണങ്ങൾ പരിണമിക്കാനുള്ളത്. ഇനി ഈ രൂപമാറ്റത്തിന്റെ ശാസ്ത്രം നോക്കി എങ്ങനെ നമ്മൾ പരിവർത്തനപ്പെടുത്തും. ഇപ്പോൾ ഒരു കളിമണ്ണ്, ആ കളിമണ്ണിനെ നമുക്ക് രൂപമാറ്റം വരുത്തി ഒരു പാത്രമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യും, ഇല്ലേ? ഉപയോഗമായി നമുക്ക്. കളിമണ്ണ് വെറുതെ എടുത്ത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു മൂല്യം വന്നു. ഇതേ കളിമണ്ണിനെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹമാക്കി മാറ്റി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് ആരാധിക്കാം. അപ്പോൾ ഒരേ സാധനം, സിംഗുലാരിറ്റി എന്താണ്? കളിമണ്ണാണ്. രൂപമാറ്റം വരുത്തുന്നതനുസരിച്ച് അതിന് മൂല്യം വർദ്ധിക്കുന്നു. ഇതാണ് ഈ രൂപമാറ്റത്തിന്റെ ശാസ്ത്രം. ഇനി കളിമണ്ണ് വളരെ എളുപ്പമാണ് മാറ്റാൻ. ഈ ലോഹമാണെങ്കിലും അതിനെ ചൂടാക്കി ഉരുക്കി നമുക്ക് രൂപം മാറ്റപ്പെടുത്തുന്നു. കുറച്ചും കൂടി കഠിനമായിട്ടുള്ള പരിവർത്തനത്തിന്റെ ഒരു മേഖല നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മുടെ കഠിനമായിട്ടുള്ള ചില ശീലവിധേയത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് വളരെ ദേഷ്യം വരുന്ന പ്രകൃതാണ്, ഇറിറ്റേഷൻ വരുന്ന പ്രകൃതാണ്, അസഹിഷ്ണുതയുള്ള സ്വഭാവമാണ്. നമ്മൾ അതിനെ ബോധപൂർവം നിരീക്ഷിച്ച് മനസ്സിലാക്കി അതിന് പരിവർത്തനം വരുത്തേണ്ടതുണ്ട്. ഈ പരിവർത്തനം വരുത്താൻ സംപ്രേഷണത്തോടു കൂടിയിട്ടുള്ള ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥനയൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ ബോധപൂർവം ഈ പരിവർത്തനം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനമായ സംഗതി. ബോധപൂർവമാണ് ഈ പരിവർത്തനത്തിന് വിധേയമാകുന്നത്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളിലെ ലാളിത്യം, പരിശുദ്ധി, അതുപോലെ സാഹോദര്യം, ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു ബെറ്റർ വെർഷനായിട്ട് മാറും. അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഉദ്ദേശമായിട്ടുള്ള ആനന്ദത്തോടെ അതിൻ്റെ മഹിമ പ്രകടമാക്കും. മറ്റൊരു സംഗതി ഈ നിർദ്ദേശത്തിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ദിവ്യത്വത്തിനെ നമുക്ക് എങ്ങനെ ആകർഷിക്കാം, അങ്ങനൊരു വസ്തുതയുണ്ട്. അതായത് ഇപ്പൊ ഈ നിർദ്ദേശത്തിൽ എന്താ പറയുന്നത്? മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിത രൂപപ്പെടുത്തുക. അപ്പൊ മറ്റുള്ളവരിൽ നമ്മളിൽ ആകർഷിക്കപ്പെടുന്ന സമയത്ത് മറ്റുള്ളവർ മാത്രമല്ല നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്, ദിവ്യത്വവും ഈശ്വരനും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അത്തരം പരിവർത്തനം ചെയ്യപ്പെട്ട ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ ഈശ്വരൻ ആഗ്രഹിക്കുന്നു. ബാബുജി മഹാരാജ് അതിനെ പറയുക എന്താന്ന് വെച്ചാൽ, ഒരു വ്യക്തി സൃഷ്ടിയുടെ ഉദ്ദേശം സഫലമാക്കുന്ന തരത്തിലാണ് ജീവിക്കുന്നതെന്ന് ഈശ്വരന് ബോധ്യപ്പെടുമ്പോഴാണ് ഈശ്വരന്റെ സഹായം അനുഗ്രഹ രൂപത്തിൽ ആ വ്യക്തിയിലേക്ക് വരുന്നത്. ഈശ്വരാനുഗ്രഹം വരുന്നതിന്റെ സൂത്രവിദ്യയാണ് അദ്ദേഹം പറയുന്നത്. ലാലാജി മഹാരാജ് ഇതിനെ മറ്റൊരു രീതിയിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഒരാളിൽ നിന്ന് ഈഗോ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അഹം എന്നുള്ള ബോധം പരിപൂർണമായിട്ട് ഒരു വ്യക്തിയിൽ അസ്തമിക്കുമ്പോൾ ഈശ്വരൻ ആ വ്യക്തിയെ തൻ്റെ ഒന്നാന്തരം ഉപകരണമാക്കി മാറ്റുന്നതാണ്. അതായത് മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയിലൂടെ ചെയ്യപ്പെടുന്നു. അവിടെ ബാബുജി മഹാരാജ് അതിനെ പറയണത്, ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പിരിച്വൽ കണ്ടീഷനാണത്. നമ്മൾ സ്പിരിച്വൽ കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവ്യാവസ്ഥ എന്നുള്ളത്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ നിർദ്ദേശം കൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ പ്രചോദനത്തിന്റെ ശാസ്ത്രം എന്താണ്? അല്ലെങ്കിൽ ഇൻസ്പിരേഷന്റെ സയൻസ്. നമ്മൾ സ്വയം പ്രചോദിതനാവാതെ മറ്റുള്ളവർക്ക് പ്രചോദനമാവാൻ സാധ്യമല്ല.
നമുക്ക് മറ്റുള്ളവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ, അല്ലേ? അതൊരു വസ്തുതയല്ലേ? അപ്പോ പല ആൾക്കാരും, പല വ്യക്തികളും പല സംഗതികൾ കൊണ്ടാണ് പ്രചോദിതരാവുക. ഉദാഹരണത്തിന് ചിലര് സമ്പത്ത്, പേര്, പ്രശസ്തി ഇവ കൊണ്ട് പ്രചോദനം ഉൾക്കൊള്ളും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യഥാർത്ഥ ആത്മീയ അന്വേഷകൻ ഈ സംഗതികൾ കൊണ്ട് പ്രചോദിതനാവുകയില്ല. അപ്പൊ ഒരു വസ്തുതയുണ്ട്. യഥാർത്ഥ ആത്മീയ സാധകന് എന്തുകൊണ്ടാണ് പ്രചോദിതനാവുക? അതെന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എന്താണത്? അനുനിമിഷം നമ്മുടെ വർത്തമാനകാലത്തില് ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ നില അല്ലെങ്കിൽ സ്പിരിച്വൽ കണ്ടീഷനാണ് നമുക്ക് പ്രചോദനം നൽകുന്നത്. അതായത് സമാധിയുടെ പ്രചോദനം, അല്ലെങ്കിൽ ഈശ്വരനുമായുള്ള ഏകത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രചോദനം. ആ പ്രചോദനാണ് നമ്മളെ ലാളിത്യത്തിന് പ്രചോദനമാണ്, സത്യസന്ധമായിട്ട് ജീവിക്കാൻ പ്രചോദനമാണ്, പരിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ്, അല്ലെങ്കിൽ സാഹോദര്യത്തിന്റെ പ്രചോദനമാകുന്നു, പ്രതികാര ബുദ്ധി ഇല്ലാതിരിക്കാനുള്ള പ്രചോദനമാണ്, സാത്വിക ബോധത്തോടു കൂടി ജീവിക്കാനുള്ള പ്രചോദനമാണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരു മാതൃക ആവുന്ന രീതിയിലുള്ള പ്രചോദനമായി മാറുന്നതാണ്. അപ്പോ മറ്റുള്ളവര് നമ്മളോട് ആകർഷിക്കപ്പെടാൻ കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ സ്നേഹവും ഭക്തിയും വളർന്നുകൊണ്ടാണ്, അല്ലേ? പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രതീക്ഷിക്കാന്ന് വിചാരിക്കാം, അത് അഹങ്കാരത്തിന്റെ പ്രകടനമായിട്ടാണ്. ഇതാണ് പ്രചോദനത്തിന്റെ ശാസ്ത്രം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് നമ്മളുടെ വിരൽ ചൂണ്ടുന്നത് ഒരു കോൺഷ്യസ് ലീഡർഷിപ്പാണ്, ബോധപൂർവമായിട്ടുള്ള ഒരു നേതൃത്വം. നമുക്ക് ലീഡർഷിപ്പ് സയൻസിന്റെ 30 കൊല്ലം മുമ്പുള്ള ലീഡർഷിപ്പ് സയൻസ് അല്ല ഇന്ന്. മുമ്പുണ്ടായിരുന്ന ലീഡർഷിപ്പ് സയൻസ് അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരുടെ മേലെ അധീശത്വം, നമ്മൾ മറ്റുള്ളവരുടെ മേലെ പവർ ഉപയോഗിക്കുക, അവരെ നിയന്ത്രിക്കുക. ഇതൊക്കെയായിരുന്നു മുമ്പുണ്ടായിരുന്ന നേതൃത്വത്തിന്റെ ശാസ്ത്രം. ഇന്ന് അതിന് പകരം അത് വഴിമാറിയിരിക്കുക. എന്തിന്? പരസ്പര സഹകരണം, അനുകമ്പ, ദയ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഘടകത്തിന് പകരം ഹൃദയത്തിന്റെ വൈകാരികത. നമ്മൾ പറയില്ല IQ-ന് പകരം EQ, ഇമോഷണൽ കോഷ്യന്റ് ആണെന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ലീഡർഷിപ്പ് സയൻസിൽ. ഈ ഒരു പരിവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഇതിന് കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ സംഘടിതമായ ബോധമാണ് ഈ പരിവർത്തനത്തിലേക്ക് നമ്മൾ നയിച്ചത്. അപ്പൊ നമ്മൾ ക്വാണ്ടം ഫിസിക്സോ അല്ലെങ്കിൽ ന്യൂറോ സയൻസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ഗവേഷണങ്ങൾ ഈ ഡയറക്ഷനിലേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. എന്താ അത് ഡയറക്ഷൻ? പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ബോധത്തിലൂടെ പരസ്പരം കണക്ട് ചെയ്തു എന്ന് മാത്രമല്ല, ആന്തരികമായ പരിവർത്തനത്തിലൂടെ, ധ്യാനത്തിലൂടെ മനുഷ്യന് ബാഹ്യമായ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാ സർവചരാചരങ്ങളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ദാജി പറയാറില്ലേ, ഇപ്പൊ പ്ലാന്റ് കിങ്ഡം ഈ സഫറിങ് എന്ന് പറഞ്ഞത്. സസ്യങ്ങളുടെ ലോകം സഫർ ചെയ്യും, കഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പം നമ്മൾ മരത്തിന്റെ ഒരു കൊമ്പ് വെട്ടി, അതിലൊരു ഭയത്തിന്റെ വൈബ്രേഷൻ ഉണ്ടാവും. ആ ഭയത്തിന്റെ വൈബ്രേഷൻ അത് മറ്റ് സസ്യങ്ങളിലേക്ക് പകരും. അതുകൊണ്ട് പ്ലാന്റ് കിങ്ഡം ഈസ് സഫറിങ് എന്ന് അദ്ദേഹം പറഞ്ഞു. കറക്ഷൻ വരുത്തേണ്ടത് മനുഷ്യനാണ്. അപ്പോ മനുഷ്യന്റെ ബോധത്തിന്റെ പരിവർത്തനം പോസിറ്റീവായിട്ട് സർവചരാചരങ്ങളെയും ബാധിക്കുന്നതാണ് എന്ന് വ്യക്തമാകും. അപ്പോൾ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ നിർദ്ദേശം നമുക്ക്
ബോധപൂർവമായിട്ടുള്ള ഒരു നേതൃത്വത്തിന് നൽകുന്നു. എന്താണ് അതിന് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശം ദാജി പറയും? നമ്മൾ ധ്യാനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനാവസ്ഥ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് കൊണ്ടുവരിക. ഹൃദയവുമായി നമ്മൾ കണക്ട് ചെയ്യുക. ഹൃദയത്തിനോട് മന്ദഹസിക്കണം എന്ന് പറയണത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഹൃദയത്തിനോട് മന്ദഹാസത്തോടു കൂടി ഹൃദയത്തിനായിട്ട് കണക്ട് ചെയ്യണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മാസ്റ്റർ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തോടെ, നന്ദിബോധത്തോടെ, ആനന്ദത്തോടെ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുക. സ്നേഹപൂർവ്വം അദ്ദേഹത്തിനായിട്ട് കണക്ട് ചെയ്യുക. അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷിയാക്കി. ഈ സമയത്ത് നമ്മൾ വ്യവഹാരത്തിന് തയ്യാറായി. നമ്മൾ സംസാരിക്കാനും കേൾക്കാനും തയ്യാറായി. നമ്മൾ എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യസന്ധമായിരിക്കണം നമ്മുടെ ആശയവിനിമയം. നമ്മുടെ ആശയവിനിമയം പക്ഷേ മറ്റുള്ളവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസമായിരിക്കണം നമ്മുടെ സാന്നിധ്യം. ഇതെല്ലാം ദാജി നമുക്ക് തരുന്ന പ്രായോഗികമായിട്ടുള്ള ചില ടിപ്സാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ നിർദ്ദേശം വിരൽ ചൂണ്ടുന്ന എവിടേക്കാണ്? ബോധപൂർവമായ പരിവർത്തനത്തിലൂടെ, ഈ 10 നിർദ്ദേശങ്ങളിലൂടെ, ധ്യാനത്തിലൂടെയുള്ള ആന്തരിക മാറ്റം, ഭൗതിക മാറ്റം, ബോധപൂർവമായിട്ടുള്ള ഒരു നേതൃത്വം, കോൺഷ്യസ് ലീഡർഷിപ്പിലേക്കാണ് ഈ നിർദ്ദേശം നമുക്ക് വിരൽ ചൂണ്ടുന്നത്. എന്താണ് നിർദ്ദേശം? മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തും. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോഹനേട്ടാ. 9ാമത്തെ പ്രമാണത്തെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയെങ്കിലും മുഴുവൻ പ്രമാണങ്ങളെ പറ്റിയും അങ്ങ് സംസാരിച്ചു. വളരെ വിവിധ വശങ്ങൾ, വിവിധ കോണുകളിലൂടെ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു. വളരെയധികം നന്ദി. ഈ എപ്പിസോഡ് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാന്ന് തോന്നുന്നു. ശരിക്കും പല പ്രാവശ്യം കേട്ട് അത് ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഈയിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രായോഗികമായി നമ്മുടെ സാധനയെ സഹായിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡുകളെല്ലാം തുടർന്നും വീണ്ടും വീണ്ടും കേട്ട് ഹൃദിസ്ഥമാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. ഒപ്പം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഈ പരിപാടികളുടെ ലിങ്കുകൾ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വളരെയധികം നന്ദി. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി പറയാം. നമ്മൾ എവിടെയായിരുന്നാലും സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന്, എന്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എന്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എന്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തുസൂക്ഷിക്കുക. തുടർന്ന് 9 മണിക്ക് സാർവലൗകിക പ്രാർത്ഥന. ലോകത്തെല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന ചിന്തയിൽ നാം 9 മണി മുതൽ 9:15 വരെ ധ്യാനിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 9 മണി വരെ ധ്യാനം, സത്സംഗം, 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.